ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റീസെൻ്റ്ലി HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് ന്യൂസിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത്. അത് റിലേറ്റഡ് ആയിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് മാറി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊക്കെ അറിയിച്ചുകൊണ്ട്. പക്ഷേ റീസെൻ്റ്ലി കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പഴയ പോലെ ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല, എന്താ റീസൺ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് HSC റിക്രൂട്ട്മെന്റ് ഫ്രീസിന് മുന്നേ എങ്ങനെയായിരുന്നു റിക്രൂട്ട്മെന്റ്സ് നടന്നുകൊണ്ടിരുന്നതും, അതേപോലെ തന്നെ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസിന്റെ സമയത്ത് എങ്ങനെയായിരുന്നെന്നും. സോ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസിന് ശേഷം നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്രയ്ക്ക് വലിയ റിക്രൂട്ട്മെന്റ്സ് ഒന്നും സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതേപോലെ എനിക്കറിയാൻ കഴിഞ്ഞത് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ക്രൈറ്റീരിയാസ് കുറച്ചൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് HSCയിൽ ജോലി കിട്ടുമായിരുന്നു. ഇപ്പം അവരാവശ്യപ്പെടുന്നത് 4 to 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെയാണ്. അതേപോലെ തന്നെ JCI അല്ലെങ്കിൽ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വർക്ക് എക്സ്പീരിയൻസും കൂടെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ 250 ബെഡഡ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഒരു 150 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് HSCയിൽ സുഖമായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 250 ബെഡഡ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അതോടൊപ്പം അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ കൂടുതലും ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള നഴ്സസിനാണ് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നത്. സോ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയർലൻഡിലേക്കുള്ള നഴ്സസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതലും 2 to 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഒക്കെയാണ് അയർലൻഡ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരൊക്കെയാണ് ഇപ്പം പ്രശ്നത്തിലായിരിക്കുന്നത്. അപ്പം HSCയിൽ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇതേപോലെ തന്നെ ക്രൈറ്റീരിയാസ് ഒക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് DLന്റെ വാലിഡിറ്റി തീരാറായവർ, അതേപോലെ തന്നെ OET അല്ലെങ്കിൽ IELTSന്റെ ഒക്കെ വാലിഡിറ്റി തീരാറായവർ നിങ്ങൾ നഴ്സിംഗ് ഹോംസ്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാം HSC സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് നഴ്സിംഗ് ഹോംസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതൊരു 2 ഇയറിൻ്റെ കാര്യമുള്ളൂ. കൂടുതലും നഴ്സിംഗ് ഹോംസിലേക്ക് 2 ഇയർ കോൺട്രാക്റ്റിലാണ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ഇയർ കോൺട്രാക്റ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് HSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് HSCയിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അയർലൻഡിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് HSCയിൽ അപ്പം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. HSCയിൽ കൂടുതലും എക്സ്പീരിയൻസിനനുസരിച്ചാണ് സാലറി. അതുകൊണ്ടാണ് കൂടുതൽ പേരെയും HSCയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറേ ബെനിഫിറ്റ്സുകളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റിലാകുമ്പോഴത്തേക്ക് അത്രയും ബെനിഫിറ്റ്സ് ഇല്ല. പക്ഷേ ഇപ്പോൾ കുറേ നഴ്സിംഗ് ഹോംസിലൊക്കെ സാലറീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നേരത്തെക്കാട്ടിലും. കാരണം സ്റ്റാഫിനെ കിട്ടാനില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കാരണമായിരുന്നു അവർ സാലറിയൊക്കെ ഇൻക്രിമെൻ്റ് ആക്കിയിട്ടുള്ളത്. പലരും HSCയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് റീസൺ. സോ ഇതൊക്കെ അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം HSC മാത്രം വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ വാലിഡിറ്റീസ് ഒക്കെ തീരാറായെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഒക്കെ ട്രൈ ചെയ്ത് മാക്സിമം കയറി വരാൻ നോക്കുക. ഇനി അവരും ഇതുപോലെ ക്രൈറ്റീരിയാസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ടുപോകും. അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.